വർഗീസിന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സിബിഐ സംഘം യാക്കോബായ സഭാ അധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായെ ചോദ്യം ചെയ്തു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് മലങ്കര വർഗീസ് വധക്കേസിൽ സിബിഐ കൂടുതൽ അന്വേഷണം നടത്തുന്നത്. സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ബാവ മൊഴി നൽകി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എസ് വിജയകുമാർ. ഏറെ വിവാദങ്ങളുണ്ടാക്കിയ കൊലപാതകമാണ് മലങ്കര വർഗീസിന്റേത്. ഈ കുറ്റാന്വേഷണത്തിൽ കാതോലിക്ക വിഭാഗത്തിന്റെ പരമാധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവ സിബിഐയുടെ ചോദ്യം ചെയ്യലിന് എന്ത് മറുപടിയാണ് നൽകിയത്? എന്തൊക്കെയാണ് ചോദ്യം ചെയ്യലിലെ മറ്റു വിവരങ്ങൾ? മലങ്കര വർഗീസ് വധക്കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം സിബിഐ യൂണിറ്റിലെ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് കൊച്ചി സിബിഐ ഓഫീസിലേക്ക് തോമസ് പ്രഥമൻ ബാവയെ വിളിച്ചു വരുത്തുകയായിരുന്നു. രാവിലെ 10:15 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 12:30 വരെ തുടർന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ വിശദമായി തന്നെ തോമസ് പ്രഥമൻ ബാവയോട് മലങ്കര വർഗീസ് വധക്കേസുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇക്കാര്യത്തിൽ പരാതിക്കാരായ മലങ്കര വർഗീസിന്റെ ഭാര്യ, അവരുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സംശയങ്ങൾ, ഈ കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴികൾ, അതിന്റെ വിശദാംശങ്ങൾ അടക്കം ചില ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ വിശദമായി തന്നെ തോമസ് പ്രഥമൻ ബാവയിൽ നിന്നും സിബിഐ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മണിക്കൂറുകൾ ചോദ്യം തുടരുകയും ചെയ്തു. എന്നാൽ ഈ ചോദ്യം അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെച്ചത് സംഭവമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടല്ല, ഇത് പ്രാദേശികമായി ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായ വാക്കുതർക്കമാണ് മലങ്കര വർഗീസിന്റെ കൊലപാതകത്തിന് ഇടയാക്കിയത് എന്നാണ് തനിക്ക് ലഭ്യമായ എന്ന മട്ടിലുള്ള മറുപടികളായിരുന്നു തോമസ് പ്രഥമൻ ബാവ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയത്. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു തോമസ് പ്രഥമൻ ബാവയെ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് അന്വേഷിക്കാൻ സിബിഐക്ക് നിർദ്ദേശം നൽകിയത്. ആദ്യ കുറ്റപത്രത്തിൽ പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മലങ്കര വർഗീസിന്റെ ഭാര്യതനെയായിരുന്നു കോടതിയെ സമീപിച്ചത്. ഈ ഉത്തരവനുസരിച്ചാണ് സിബിഐ വീണ്ടും അല്ലെങ്കിൽ ഈ കേസിൽ തോമസ് പ്രഥമൻ ബാവയെ ചോദ്യം ചെയ്തത്. ഇതാദ്യമായാണ് സിബിഐ സംഘം മലങ്കര വർഗീസ് വധക്കേസിൽ സഭാധ്യക്ഷനായ തോമസ് പ്രഥമൻ ബാവയെ ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടുത്ത വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടായിരിക്കും ഈ മാസം 31-ന് എറണാകുളം CJM കോടതിയിൽ സിബിഐ സമർപ്പിക്കുക. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി സിബിഐക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു തോമസ് പ്രഥമൻ ബാവയ്ക്ക് നോട്ടീസ് നൽകി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സിബിഐ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിനെ പറ്റി എന്തെങ്കിലും പ്രതികരിക്കാൻ യാക്കോബായ സഭ നേരിടുന്ന തോമസ് പ്രഥമൻ ബാവയോ തയ്യാറായിട്ടില്ല. എന്നാൽ ചോദ്യം ചെയ്യൽ നടന്നു എന്ന കാര്യം സിബിഐ ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മലങ്കര വർഗീസ് വധക്കേസിൽ പാത്രിയർക്കീസ് വിഭാഗം സഭാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയെ സിബിഐയുടെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിലെ വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും എസ് വിജയകുമാർ നൽകിയത്.